ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായി എന്നാൽ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന രസഗുളയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമുക്കൊരു 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. ഫുൾ ഫാറ്റ് പാൽ വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇനി പനീറൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ നമുക്ക് ഈ പാലൊക്കെ ഒന്ന് പിരിച്ചെടുക്കണം. ഇനി ഈ പാലൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുത്തിട്ട് പാൽ നമുക്ക് പിരിച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് ചെറുതായി അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ പനീറൊക്കെ അടിയിൽ പോയി പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ പാലിൻ്റെ ടേസ്റ്റും പോവും, അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ചൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ രസഗുളയുടെ ടേസ്റ്റ് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് എമൗണ്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ബാക്കി ഫുൾ എമൗണ്ടിൽ ചെയ്യാം. അല്ലാണ്ട് നമ്മളത് നശിപ്പിച്ച് കളയണ്ട വെറുതെ. ഇപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെറുനാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങനീരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറേശ്ശെ ആയിട്ട് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പനീറൊക്കെ കട്ട കുത്തി കെടുക്കും. അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ചെറിയ തരികളായിട്ട് പനീർ കിട്ടും. ഇനി അടുത്തൊരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതപ്പോൾ തന്നെ നമ്മുടെ പനീറൊക്കെ ചെറുതായി പിരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മുടെ വെള്ളം വേറെ പനീർ വേറെ അങ്ങനെ ഒരു രൂപത്തിൽ കിട്ടണം. നാരങ്ങനീര് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ പനീർ വേവാൻ പാടില്ല അധികം. ഈ ഒരു റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇതാ ഇപ്പം നമ്മുടെ പാലൊക്കെ കറക്റ്റായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം വേറെ പനീർ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. പനീർ പിരിച്ചുവിടുന്നതിന് തന്നെ നമ്മളിതിലേക്ക് ഐസ് ക്യൂബ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പനീർ ഇതിൽ കിടന്ന് അങ്ങോട്ട് കുക്കായി പോവും. അപ്പോൾ നമ്മുടെ രസഗുള അത്ര സ്പോഞ്ചായി വരില്ല. കണ്ടില്ല, പനീറൊക്കെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ ഒരു പാത്രത്തിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട്, കോട്ടൻ്റെ ക്ലോത്താണ്, അതിലേക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഈ ഒരു സ്വീറ്റ് ആയതിൻ്റെ പേരിൽ ഇതിൽ പുളിയൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റിനൊരു പുളിപ്പ് വന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ നാരങ്ങയുടെ പുളിപ്പൊക്കെ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായി വെള്ളം ഡ്രെയിൻ ചെയ്യരുത്, അപ്പോൾ നമ്മുടെ രസഗുള സ്പോഞ്ചിയായി വരില്ല. എന്നാൽ നന്നായി വെള്ളം പോവും വേണം. ഒരു ചെറിയൊരു മോയ്സ്ചർ മാത്രമേ പാടുള്ളൂ. നമ്മൾ ഈ പിഴിഞ്ഞെടുക്കുന്ന ഈ വെള്ളം നമുക്ക് കളയേണ്ട, അത് നല്ല വൈറ്റമിനുള്ള വെള്ളമാണ്. നമുക്കത് ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോഴും അതുപോലെ വല്ല കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഇതുപയോഗിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി കൈ ഉപയോഗിച്ച് ഇതിലുള്ള ഈ കട്ടകളൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണ പോലെ നന്നായി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ രസഗുള പെർഫെക്റ്റായിട്ട് വരില്ല. എങ്ങാനിപ്പോൾ നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച റവ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി മാറ്റണം. അതിനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം പനീർ എടുത്തിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള ഒരു ബോളാക്കി മാറ്റുക. നമ്മളിത് ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ഇത് ഡബിൾ സൈസായി വരും. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇതാ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു
1.5 ലിറ്റർ പാലിന് ഒരു 16 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായി വരുന്നുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ രസഗുള ബോൾസ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ലായനി നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇടാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് വെച്ചിരിക്കേണ്ടത്, ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ രസഗുള ബോൾസൊക്കെ ഡബിൾഡ് സൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നമ്മുടെ രസഗുള ബോൾസൊക്കെ നന്നായി വരും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള രസഗുള ബോൾസ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.